ഞാൻ നിന്റെ കക്ഷിയാണെന്ന് അവന് മനസ്സിലായി. വല്യപ്പച്ചനോട് ദേഷ്യപ്പെട്ടോ? ആ, എന്നോടും അത്ര രസത്തിലല്ല. ആ, അത് സാരയില്ല. പക്ഷേ ഈ ഉപവാസം വേണോ മോളെ? സ്വന്തം തടി കേടാക്കുന്ന പരിപാടിയല്ലേ ഇത്. എന്റെ തടി കേടായാലും വേണ്ടില്ല, ഒരാളുടെ മനസ്സിന്റെ കേട് തീർക്കാൻ വേണ്ടിയല്ലേ. ഇതൊന്നും ലാലിച്ചൻ കേക്കണ്ട കേട്ടോ. ഒരു കാര്യം എനിക്ക് തീർച്ചയായും, ഈ സ്റ്റാൻലി പപ്പയും ഭാര്യയും മക്കളും കുടുംബക്കാരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വല്യപ്പച്ചൻ അതൊന്നും എന്നോട് പറയുന്നുമില്ല. എന്റെ മോളെ, എനിക്കൊന്നും അറിയാൻ മേലെന്നേ. കേണലിന്റെ വൈഫ് എന്തുകൊണ്ടാ ഇങ്ങോട്ട് വരാത്തത്? ഒരു പ്രാവശ്യം പോലും വന്നില്ലല്ലോ. അഞ്ചൽ എന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. അവള് വലിയ ഭക്തിക്കാരിയാ, എപ്പോഴും ധ്യാനം കൂടുതലും പ്രാർത്ഥനയും. ഈ ആഴ്ച തിരുവല്ലയിലാണ് ധ്യാനമെങ്കിൽ അടുത്ത ആഴ്ച ഭരണങ്ങാനത്ത്, അതിന്റെ അടുത്ത ആഴ്ച കോട്ടയിൽ. അപ്പോ പിള്ളേരുടെ കാര്യം ആരാ നോക്കുന്നേ? അതിന് റീത്താമ്മയുണ്ടല്ലോ. അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവര് അടുത്തടുത്ത വീടുകളിലല്ലേ താമസം. എൽസമ്മയും റീത്താമ്മയും. എൽസമ്മയ്ക്ക് റീത്താമ്മയുടെ അടുക്കൽ തന്നെ താമസിക്കണോന്ന് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ ലാലിച്ചൻ അഞ്ജലി വീട് വാങ്ങിക്കൊടുത്തത്. അക്കാലത്ത് ലാലിച്ചൻ മിലിറ്ററിയിലല്ലായിരുന്നോ? എൽസമ്മയുടെ കുടുംബക്കാരെല്ലാരും അഞ്ജലിയിലായിരുന്നു താമസം. എന്നാ പിന്നെ എൽസമ്മയും പിള്ളേരും അവരുടെ അടുത്ത് താമസിച്ചോട്ടെ എന്ന് ലാലിച്ചനും കരുതി. അവർക്കൊരു സഹായത്തിന് ബന്ധുക്കളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. കേണല് മിലിറ്ററിന്ന് പിരിഞ്ഞു പോന്നപ്പോ അഞ്ചലില് പോയി ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിക്കാത്തത് എന്തുകൊണ്ടാ? അപ്പോഴല്ലേ അവൻ ഈ ബംഗ്ലാവ് എസ്റ്റേറ്റും ഒക്കെ വാങ്ങിയത്. അവൻ ഇവിടെ താമസിക്കുന്നതാ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എൽസമ്മയും മക്കളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോടായിരുന്നോ? പിള്ളേര് അഞ്ചലിലും പുനലൂരും ഒക്കെയാ പഠിച്ചോണ്ടിരുന്നത്. പിന്നെ റീത്താമ്മയുടെ ആംഗ്ലമാരുടെ നോട്ടവും സഹകരണവും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു കാണും. ഏതായാലും എൽസമ്മയും പിള്ളേരും ഇങ്ങോട്ട് വന്നില്ല. ലാലിച്ചൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്ന് കൂടെ താമസിപ്പിക്കേണ്ടതല്ലായിരുന്നോ? എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്നതാ വേദവാക്യം. റീത്താമ്മ പറഞ്ഞു കാണും കുളത്തൂപ്പുഴയ്ക്ക് പോകണ്ടെന്ന്. വല്യപ്പച്ചനും വീട്ടുകാരും കൂടി അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതല്ലായിരുന്നോ? എന്റെ മോളെ, ഞാൻ പറഞ്ഞാൽ ലാലിച്ചൻ കേക്കൂ? ഇല്ല, ആര് പറഞ്ഞാലും കേക്കത്തില്ല. എൽസമ്മയും ലാലിച്ചനും തമ്മി ആദ്യം മുതൽക്കേ സ്വരച്ചേർച്ചയില്ല. അതെന്താ അങ്ങനെ? എൽസമ്മ ലാലിച്ചനായിട്ട് വഴക്കിടുന്ന സ്വഭാവക്കാരിയാണോ? അങ്ങനെ വഴക്കൊന്നും ഇല്ലെന്നേ. എന്നാലും എൽസമ്മയ്ക്ക് അവളുടെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവുമാണ് വലുത്. ഭാര്യ വീട്ടുകാരുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അടർത്തിക്കൊണ്ട് പോരാൻ വലിയ പാടാ. റീത്താമ്മയ്ക്കും ആങ്ങളമാർക്കും ലാലിച്ചനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ലാലിച്ചന് അവരെ ഇഷ്ടമല്ല. ലാലിച്ചൻ മിലിറ്ററിയിലായിരുന്നുകൊണ്ട് മക്കളെല്ലാം വളർന്നതും പഠിച്ചതും റീത്താമ്മയുടെയും കൂട്ടരുടെയും കൂടിയല്ലേ. അതുകൊണ്ട് അവർക്ക് ലാലിച്ചനേക്കാളും വലുത് അമ്മ വീട്ടുകാരാ. അതങ്ങനെയായി പോയി. ഈ റീത്താമ്മ എന്ന പേരുള്ള സ്ത്രീക്ക് ഭർത്താവും മക്കളും ഇല്ലേ? റീത്താമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ട്. പപ്പ എന്തുകൊണ്ടാ അഞ്ചലിന്റെ വീട്ടിൽ പോവാത്തെ? ഒരു ദിവസം പോലും പോയില്ലല്ലോ ഞാൻ വന്നതിന് ശേഷം. ഞാൻ പറഞ്ഞില്ലേ മോളെ, സ്വരച്ചേർച്ചയില്ല, അതാണ് കാര്യം. എൽസമ്മയുടെ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ലാലിച്ചന് തീരെ താല്പര്യവും ഇല്ല. പപ്പ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ എൽസമ്മയും മക്കളും അനുസരിക്കത്തില്ലേ? അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്നാ കാര്യം? മനസ്സുകൊണ്ട് ഒരു അടുപ്പം തോന്നണ്ടേ? അതില്ലല്ലോ. മക്കൾക്ക് അമ്മ വീട്ടുകാരെ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ലാലിച്ചനും തീരുമാനിച്ചു. വഴക്കില്ലല്ലോ. സത്യം പറഞ്ഞ ആ ബന്ധമൊക്കെ അങ്ങനെ അങ്ങ് തണുത്ത് മരവിച്ചു പോയെന്നേ. ഇനി കൂട്ടിയിണക്കാൻ ആരെ കൊണ്ട് പറ്റും? പപ്പയ്ക്ക് ആ മക്കളോടൊന്നും സ്നേഹമില്ലേ വല്യപ്പച്ച? ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് ആർക്കറിയാം? അവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? അവൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുകയില്ല. അവനെ ആരും നിർബന്ധിക്കാൻ പാടില്ല. എൽസമ്മയ്ക്കും പിള്ളേർക്കും വേണ്ടതെല്ലാം അവൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവര് ചോദിക്കുന്ന പൈസയും കൊടുക്കും. ആ കാശ്
എങ്ങനെ ചെലവാക്കുന്നു പോലും അവൻ തിരക്കാറില്ല. ആ, ഇങ്ങോട്ടൊരു താല്പര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഉണ്ടാവുള്ളൂ. ആ പിള്ളേർക്ക് സ്വന്തം പപ്പയെ കാണണമെന്ന് പോലും ആഗ്രഹമില്ലേ വല്യപ്പച്ച? എന്തൊക്കെയായാലും ചെലവിന് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം പപ്പയല്ലേ? എൽസമ്മയും റീത്താമ്മയും അവരുടെ ആംഗ്ലമാരും കൂടി ആ പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചേക്കുക. എന്ത് തെറ്റിദ്ധാരണയാ? ആ, ലാലിച്ചൻ ഭയങ്കര കുടിയനും ക്രൂരനും ദുഷ്ടനും ഒക്കെയാണെന്ന്. ഇനി അതൊന്നും ആര് നോക്കിയാലും തിരുത്താൻ പറ്റത്തില്ല മോളെ. ആ കുട്ടികൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുവോ? അതൊക്കെ ആര് തിരക്കുന്നു? മൂത്തവള് കോളേജിലാ, ഡാനിയ. രണ്ടാമത്തവള് ടെൽസ. ഇനിയുള്ളത് ഒരു മോനാ, ജോജോ. അവനും പഠിക്കുക. ചികിത്സിക്കുന്നുണ്ടോ? പപ്പയല്ലേ ഇതൊക്കെ നോക്കേണ്ടേ? സ്വന്തം മോളല്ലേ? ഉള്ളത് പറഞ്ഞ ഭാര്യയും മക്കളും എല്ലാം അവന്റെ പിടിവിട്ടുപോയി. പിടിച്ചാ കിട്ടുന്നില്ലെങ്കിൽ അവനങ്ങ് പിടിവിട്ടേക്കും. അത് അവന്റെ സ്വഭാവം. ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണോ എന്നൊരവസ്ഥ വന്നപ്പോ അവൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. മനസ്സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതല്ലേ വലുത്. എന്നാലും ഒരു വശത്ത് സ്വന്തം മക്കളല്ലേ വല്യപ്പച്ച? മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തേക്ക് കണ്ടമാനം വളർന്ന് ചാഞ്ഞു പോയാ പിടിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല മോളെ. അതാണ് അതിന്റെ സത്യം. ഇറങ്ങിയുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഹലോ, ലാലിച്ചനല്ലേ? അതെ. എന്താ സംശയം? എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. സംശയമൊന്നുമില്ല. അപ്പച്ചൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പച്ചൻ ഇവിടെ എത്തിയോന്ന് ആരും വിളിച്ചു വെച്ചില്ല അവിടുന്ന്. അപ്പച്ചൻ ആഫ്രിക്കയിലോട്ടൊന്നുമല്ലോ പോയത്, പത്തനാപുരത്തേക്കല്ലേ. 1 മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന ദൂരത്തിന് ആരൊക്കെ വിളിച്ച് തിരക്കണം എത്തിയോന്ന്. അപ്പച്ചൻ ഇവിടെ വന്നപ്പോ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അലീന എന്ന് പറഞ്ഞൊരു പെണ്ണ് ലാലിച്ചാൻ്റെ കൂടെ അവിടെ താമസിക്കുന്നുണ്ടെന്നും. അത് അപ്പച്ചൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? അത് നേരത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നോ? എടാ ആൽബി, എന്തിനാടാ വെറുതെ വളച്ചു കിട്ടുന്നേ? അപ്പച്ചൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലായത്. ഇനി അറിയാൻ വരുന്നത് ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. പിന്നീട് പരാതിക്ക് പോകരുത്. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ലാൽച്ചാൻ. എടാ ആൽബി, എല്ലാവരോടും വിസ്തരിച്ചു പറഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ച് അലീനയെ കൊണ്ടുവരാനേ ഇവിടെ കല്യാണം നല്ല നടക്കുന്നു. അത് മനസ്സിലായി. എന്നാലും ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ആൽബി, എനിക്ക് ഞാൻ അറിയാത്തൊരു മകളുണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഞാൻ തന്നെ കുറെ ബുദ്ധിമുട്ടി. അപ്പോ പിന്നെ നിന്റെയൊക്കെ കാര്യം പറയണോ? ആരോട് പറഞ്ഞാലും അവരിടങ്ങൂരിടും. കഴിയാവുന്ന അറിയാൻ നോക്കും. അതുകൊണ്ട് തന്നെയാ ആരോടും പറയാതിരുന്നേ. അപ്പോ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഇങ്ങനൊരു ചതി ചെയ്തത് അല്ലേ? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് പണ്ടത്തെ ബന്ധത്തിൽ ഒരു മകളുണ്ടായി. ഇത്രയും കാലം അവൾ അനാഥയായി ജീവിച്ചു. അവളെ തിരിച്ചറിഞ്ഞപ്പോ ഞാനിങ്ങോ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിലെന്താ ഇത്ര ചോദിക്കാനും പറയാനോ? ലാലിച്ചൻ എത്ര ചിന്തിച്ചുള്ളൂ? സ്വന്തം കാര്യം മാത്രം. ഞങ്ങളെ ആരെയും ലാലിച്ചാൻ ഒരു നിമിഷം പോലും ഓർത്തില്ല. നിങ്ങൾ ഓർത്താൽ എന്ത് പുണ്യം കിട്ടാനാ? നിങ്ങളോട് പറഞ്ഞാൽ ഇത് തന്നെ നടക്കും. നിങ്ങൾ എതിർത്താലും നടക്കും. ഞങ്ങൾക്ക് ഇതിന്റെ നാണക്കേട് അനുഭവിക്കണല്ലോ. ലാലിച്ചാന് നല്ല തൊലിക്കട്ടിയുള്ളതുകൊണ്ട് ഒരു മാനക്കേട് തോന്നത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് അത്രയും തൊലിക്കട്ടിയൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാ എന്റെ അത്ര തൊലിക്കട്ടി ഇല്ലാത്തത്? എന്റെ അപ്പൻ ഔതക്കുട്ടി തന്നെയല്ലേ നിന്റെയും അപ്പൻ? അതോ നീ മേഡ് ഇൻ ചൈനയാണോ? ലാലിച്ചാൻ ഒറ്റയാള് കാരണം കുടുംബത്തിന് മുഴുവൻ അപമാനമായെന്ന് പറഞ്ഞത്. അതില്ലാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? എടാ ആൽവി, 24 വർഷം മുമ്പ് നടന്ന സംഭവമാ. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചതും ആ പെണ്ണിന്റെ കൂടെ താമസിച്ചതും. എനിക്കിപ്പം 24 വർഷം പുറകോട്ട് പോയി മായ്ച്ചു കളയാൻ പറ്റുമോ? ലാലിച്ചാൻ ഇതിനെ മകളാണ് സമ്മതിച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ ഏറ്റെടുക്കേണ്ടി വന്നത്.
എടാ, കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ആരോരുമില്ലാതെ ഓർഫനേജിൽ കിടക്കുമായിരുന്നു എന്റെ കൊച്ച്. അതെന്റെ മോളാണെന്ന് അറിഞ്ഞ ശേഷം എങ്ങനെയാടാ ഞാൻ അവളെ ഉപേക്ഷിക്കുന്നേ? നീ ഒരു അപ്പനല്ലേ, ഒരു മനസാക്ഷി വേണ്ടേ? എന്റെ മറ്റു കുട്ടികളെ പോലെ തന്നെയല്ലേ അവളും? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? 2 കണ്ണും 2 ചെവിയും 2 കൈയും 2 കാലും വായും തലയും മൂക്കും എല്ലാം മൊത്തം ഒരു മനുഷ്യ കുഞ്ഞു തന്നെയാ അലീനയും. ടാനിയെയും ടെൽസിയെയും പോലെ തന്നെ. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അംഗീകരിച്ച് കല്യാണം കഴിപ്പിച്ചു വന്ന പെണ്ണ് പ്രസവിച്ച മക്കളാ ലാലിച്ചാന്റെ മക്കൾ 3 പേരും. ഇത് അങ്ങനെയാണോ? ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ചല്ലേ? നാട്ടുകാരും വീട്ടുകാരും ഇതിനൊരു പേരിടും. ലാലിച്ചാന്റെ അവിഹിത സന്തതി. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇട്ടോടാ. എന്റെ മോൾ ഓർഫനേജിൽ കഴിയുന്നതിനേക്കാളും ഭേദം അവിഹിത സന്തതിയായിട്ട് എന്റെ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കുന്ന തന്നെയാ. ആ പേരെ ഞാനും എന്റെ മോളും അങ്ങ് സഹിച്ചു. നിങ്ങൾ മാത്രം സഹിച്ചാ മതിയോ? വേറെ ആരൊക്കെ സഹിക്കണം? ഞങ്ങൾ സഹിക്കണ്ടേ? ഏൽസമ്മ ചേച്ചി മക്കൾ സഹിക്കണ്ടേ? അതിനിപ്പോ നഷ്ടപരിഹാരം എന്ത് വേണം? നീ പറഞ്ഞോ, ഞാൻ തന്നേക്കാം. അപകീർത്തിക്കും മാനനഷ്ടത്തിനുമൊക്കെ കോടതി നഷ്ടപരിഹാരം വിധിക്കാറുണ്ട്. നിനക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ ആ കടമങ്ങ് തീർത്തേക്കാം. ഇങ്ങനെ തർക്കിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ന്യായം പറയുന്നത് മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലായടോവേ, അതുകൊണ്ടാ പറഞ്ഞേ. ഞാൻ നിർത്തി, ഫോൺ വെക്കുക. അയാള് പട്ടാളക്കാരന്റെ അതേ സ്വഭാവ, 1 ഇഞ്ച് പുറകോട്ടില്ല. എന്നാ വിജയ് ഇത് ചെയ്യുന്നേ? ആലോചിക്കണം. നീ അവിടെ പോ. എടാ, ഒരു വഴിക്ക് പോകുമ്പോ പറഞ്ഞിട്ട് പോടാ. എങ്ങോട്ടാ നീ പോകുന്നേ? എപ്പ തിരിച്ചു വരും? ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നാ പോക്കാടാവും പോകുന്നേ? നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല. നീ ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. ഇല്ല. നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ? കുട്ടിച്ചായം ചോദിച്ചിട്ട് മറുപടി ഒന്നും കിട്ടിയില്ലല്ലോ. ഞങ്ങളെ അപ്പനും മകനുവാ. ഞങ്ങളുടെ നടുവിലോട്ട് കേറി നുളയ്ക്കല്ലേ നീ? കുട്ടിച്ചായൻ എന്നാ മുറ്റത്തിറങ്ങി നിൽക്കുന്നത്? ചാലിച്ചം പോയടി മോളെ. എങ്ങോട്ട് പോയി? ആർക്കറിയാം. ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അല്ലേടാ? ഞാൻ ദേഷ്യമൊന്നും കണ്ടില്ല. നീ കാണത്തില്ല. നിന്റെ കണ്ണിപ്പെടാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. നിനക്കൊക്കെ ശമ്പളം തരുന്നവനെ തൊഴിക്കണം. ലാലിച്ചനെ അല്ല പറഞ്ഞത്, അക്കൗണ്ടന്റ് എന്നും പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ തോട്ടത്തിലെ ഓഫീസില്, അവനെയാ. എന്നാ സാരല്ല, പോട്ടെ, ക്ഷമിച്ചു. മോളെ, അവൻ ദേഷ്യത്തിലാ പോയത്. എന്നതാ കാര്യമൊന്നും പിടികിട്ടുന്നില്ലല്ലോ. ഇവനോട് ചോദിച്ചിട്ട് ഈ കോന്തനൊന്നും അറിയാനും മേല. ദേഷ്യപ്പെടാനും മാത്രം എന്താ ഉണ്ടായത്? വല്യപ്പച്ചൻ എന്റെ കാര്യം പറഞ്ഞു പോയി കേണലിനോട് വഴക്കിട്ടതുകൊണ്ടാണോ? അതൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്ക്? ഒന്നിച്ചിരുന്നൊരു സ്മോൾ അടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് അതൊന്നും അല്ല. അതല്ല. അത് പോട്ടെ. അവൻ പോയാൽ കുറെ കഴിയുമ്പോ വരും. അന്നേരം നമുക്ക് ചോദിക്കാന്ന്. നീ വാ മോളെ. പപ്പ അഞ്ചലിലേക്കാണോ പോയിരിക്കുന്നത്? ഉറപ്പാണോ? അവൻ ആരോടും ഒന്നും പറയത്തില്ലല്ലോ. ദേഷ്യപ്പെട്ടാ പോയത്. അതപ്പോ കണ്ടാൽ അറിയാം. അവന് ദേഷ്യം കയറുമ്പോ സ്പീഡോമീറ്ററിന്റെ സൂചിയും കയറും. പപ്പ എന്താ ഇങ്ങനെ? ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ എങ്ങോട്ടാ പോകുന്നേ, എപ്പ തിരിച്ചു വരുമെന്നൊക്കെ? നമ്മളൊക്കെ ആരാ? പപ്പയുടെ ആരുമല്ലേ? ഇതാ അവന്റെ സ്വഭാവം. അങ്ങോട്ട് ചോദിക്കുന്നത് അവന് ഇഷ്ടമല്ല, ഇങ്ങോട്ടൊന്നും പറയേയില്ല.
ഇങ്ങനെ ജീവിക്കുന്നതാണോ പപ്പയ്ക്ക് സമാധാനം? ആരോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ചിലപ്പോ ഇതായിരിക്കും അവന്റെ സുഖജീവിതം. ഇങ്ങനെയാണോ വല്യപ്പച്ച ഒരാളെ ജീവിക്കണ്ടേ? എപ്പോഴും കള്ളും കുടിച്ച് ചുരുട്ടും വലിച്ച് കുറെ നായ്ക്കളെയും താലോലിച്ച്. അവറ്റകള് തിരിഞ്ഞു നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ഇല്ലെന്നാ അവൻ പറയുന്നത്. ആ, ഒരു കണക്കിന് ശരിയല്ലേ? കൊടുക്കുന്ന തീറ്റയ്ക്ക് നന്ദി കാണിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാരും കൂടി പണ്ടേ നോക്കിയിരുന്നെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലായിരുന്നോ? വല്യപ്പച്ചൻ ലോകവിവരമുള്ള ആളല്ലേ? ആയിരുന്നു, ഇപ്പൊ കുറവാ. ഉണ്ടായിരുന്ന വിവരം എങ്ങനെ കുറഞ്ഞു പോകുന്നത്? പ്രായമായില്ലേ, തലച്ചോറിലെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ കുറെ ലോകവിവരങ്ങളും നശിച്ചു പോകത്തില്ലേ? വലിയ ആളാവല്ലേ, ഒരു കൊണ്ടുപിടുത്തം. എന്റെ മോളെ, ലാലിച്ചന്റെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന അവന്റെ സ്റ്റാൻഡിങ് ഓർഡർ. ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്ന അവന് ദേഷ്യം വരും. ആ റീത്തമ്മയുണ്ടല്ലോ, അവനെ ലാലിച്ചന് കണ്ടുകൂടാ. എനിക്കും അവരത്ര നല്ലതായിട്ട് തോന്നിയില്ല. ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ നെഗറ്റീവാ. അവരെന്തിനാ എൽസമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? പപ്പയുടെ ഭാര്യയല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടാവുമ്പോ അവരെ വേർപിരിക്കാനാണോ അതോ കൂട്ടിച്ചേർക്കാനാണോ ആ സ്ത്രീ ശ്രമിക്കണ്ടേ? അവരെന്തിനാ പപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെ ഇടയിൽ കയറി നിൽക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേലെ വച്ചേ. വല്യപ്പച്ചൻ അവരോട് സംസാരിച്ചിട്ടില്ലേ? എന്റെ മോളെ, അവര് സംസാരിക്കുമ്പോ ലാലിച്ചന് 100 കുറ്റ. കള്ളുകുടി, പുകവലി, തന്നിഷ്ടക്കാരൻ, മുൻകോപക്കാരൻ, അഹങ്കാരി, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവൻ, ധൂർത്തൻ, ആഭാസൻ എന്നു വേണ്ട ഈ ലോകത്തുള്ള സകല ദുശീലങ്ങളും ആ സ്ത്രീ ലാലിച്ചന് ചാർത്തി കൊടുത്തിരിക്കുക. ഒരു നല്ല വാക്ക് പോലും റീതാമ്മയ്ക്ക് അവനെ പറ്റി പറയാനില്ല. അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണെങ്കിൽ പപ്പ എന്നെ സ്വീകരിച്ച് ഇവിടെ താമസിപ്പിക്കൂ? അതും ലാലിച്ചന്റെ ദുഷ്ടത്തരമായിട്ടാ അവരെല്ലാം കണക്കിലെടുത്തേക്കുന്നേ. എങ്ങാണ്ടൂന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് മോളാന്നും പറഞ്ഞ് ഇവിടെ താമസിപ്പിച്ചേക്കുന്നു. ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എന്തായാലും ജനിച്ചു പോയി, അതും 10-23 വർഷം മുൻപ്. ഞാനൊരു പ്രതിമയാണെങ്കിൽ തല്ലി പൊട്ടിച്ചു കളയാം. ബോർഡിൽ വരച്ച പടമാണെങ്കിൽ മായ്ച്ചു കളയാം. ഇതങ്ങനെയല്ലല്ലോ. എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ ജനിക്കാനിടയായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരൂ? അന്നത്തെ സംഭവങ്ങള് തിരുത്താൻ പറ്റൂ? ഇല്ല. പിന്നെ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യവും? എന്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ മോളെ നിന്ന് വിളിച്ചാ മതി, ഞാൻ ആ മടിയിൽ ചെന്ന് വീഴുമല്ലോ. അങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും ആർക്കും ഇല്ല മോളെ. ഈ പറയുന്ന എനിക്കും ഇല്ല. ഓരോ മനുഷ്യന്റെ ഉള്ളിലും പല മനുഷ്യന്മാരാ. ചെകുത്താനുണ്ട്, മാലാഖയുണ്ട്, പണക്കൊതിയനുണ്ട്, പെൺകൊതിയനുണ്ട്, അഹങ്കാരിയുണ്ട്, സ്വാർത്ഥനുണ്ട്, നീചനുണ്ട്, ദുഷ്ടനുണ്ട്, കൊലപാതകയുണ്ട്. ഇതിൽ ഏതിനാണോ കൂടുതൽ തീറ്റയും വെള്ളവും കൊടുക്കുന്നത് അതങ്ങ് വളർന്ന് പന്തലിക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ചതുപോലെ മുരടിച്ചു പോകും. അങ്ങനെയാ ഭൂമിയിൽ നല്ലവരും ദുഷിച്ചവരും ഉണ്ടാകുന്നത്. ഇതാണോ ലോക വിവരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞത്? ഇതൊക്കെ എന്ത്? ഞാൻ എന്തായാലും എന്റെ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല വല്യപ്പച്ച. ഇത് അടുക്കള ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല. കാണലിങ്ങനെ ചിതൽപ്പറ്റ പോലെ ഇരിക്കുവല്ലേ. ആരോടോ അടുക്കുകയില്ല, ആരെയും അടുപ്പിക്കുകയില്ല. ഒരു സൈഡിൽ നിന്ന് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പയുടെ തനി രൂപം പുറത്തെടുക്കണ്ടേ? എവിടെയെങ്കിലും ഒരു കുഞ്ഞു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, ഞാൻ അതുവഴി കയറിക്കോളാം. മോളെ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലത്. അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ.
എല്ലാരും കൂടി ഒന്നിച്ച് നിൽക്കുവാണെങ്കിൽ എന്തൊരു സന്തോഷ വല്യപ്പച്ച. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പന് മക്കളുടെ വില അറിയത്തില്ല, മക്കൾക്ക് അപ്പന്റെ വില അറിഞ്ഞൂടാ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെയും ഭർത്താവിന് ഭാര്യയുടെയും വില അറിയത്തില്ല. ഇതൊക്കെ സ്വന്തം കൺമുന്നിലുള്ളത് കൊണ്ടാ വില അറിയാത്തത്. ഇതൊന്നും ഇല്ലാതിരുന്ന